അവസാന കുറച്ച് വർഷങ്ങളായി ചൈന ഒരിക്കലും ആധുനിക ചരിത്രത്തിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സ്വർണത്തെ അവരുടെ കറൻസിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുക എന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ചൈനയുടെ പണം എന്നത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവർ തന്നെ ഒന്ന് പുനർപരിശോധിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ചൈനയുടെ കേന്ദ്ര ബാങ്കായ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ലോകത്തെ ഏറ്റവും വലിയ സ്വർണം വാങ്ങിയ സ്ഥാപനമായി മാറിയിരിക്കുന്നു. ചൈനയും അതിൻ്റെ കൂട്ടാളികളും സ്വർണം വാങ്ങുകയും അതേസമയം ട്രഷറി ബോണ്ടുകൾ വിറ്റ് മാറ്റുകയും ചെയ്യുന്നു. ഇതിലൂടെ ഡോളറിനെ റിസർവ് കറൻസി പദവി തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതേസമയം ചൈന ഷങ്കായ് ഗോൾഡ് എക്സ്ചേഞ്ച് എന്ന പേരിൽ ലോകത്തെ ഏറ്റവും വലിയ ഭൗതിക സ്വർണ്ണ വിപണി നിർമ്മിച്ചു. അവർ ഹോങ്കോങ്ങിൽ ഒരു പുതിയ സ്വർണ്ണ വോൾട്ട് തുറന്നിട്ടുണ്ട്. കൂടാതെ ഗോൾഡ് കോറിഡോർ എന്ന് വിളിക്കുന്ന ബ്രിക്സ് രാജ്യങ്ങളുടനീളം വ്യാപിച്ചിരിക്കുന്നതുമായ സ്വർണ്ണ വോൾട്ടുകളുടെ ഒരു ശൃംഖല തന്നെ അവർ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചൈനയുടെ കറൻസിക്ക് ഒരു വലിയ ആനുകൂല്യം നൽകുന്നു. അതായത് ഡോളറിന് ഏറെ കാലം മുമ്പ് നഷ്ടമായിരുന്നത് വിശ്വാസമായിരുന്നു. കാരണം സ്വർണം അച്ചടിക്കാനോ ഫ്രീസ് ചെയ്യാനോ കഴിയുകയില്ല. അതിനെ ദുർബലമാക്കാനും നമുക്ക് സാധിക്കുകയില്ല. ട്രഷറി ബോണ്ടുകൾ പോലെ അത് ഡീഫോൾട്ട് ചെയ്യുകയുമില്ല. 2025 ജൂലൈയിൽ സ്വർണം ഔദ്യോഗികമായി ബാസൽ 3 ടയർ ആയി അതിനെ നിർവചിക്കപ്പെട്ടു. അതായത് ബാങ്കുകൾക്ക് സ്വർണം ക്യാഷ് അല്ലെങ്കിൽ ട്രഷറി പോലെ തന്നെ അവരുടെ ബാലൻസ് ഷീറ്റിൽ കണക്കാക്കാം. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത ഘട്ടമായ ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ് എന്ന നിലയിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്വർണം ഷോർട്ട് ടൈം ബോറിംഗ് സംവിധാനത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആസ്തിയായി മാറും. ഇതാണ് ആഗോള ധനകാര്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. ചൈന വളരെ ആസൂത്രിതമായി ലോകത്തെ ധനകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ലോകത്ത് ഒരിക്കലും കാണാത്ത ഒരു മാറ്റത്തിനുള്ള അടയാളമാണ്. ഡോളറിന് എതിരെ ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു പുതിയ സമാന്തര ധനകാര്യ സംവിധാനം സ്വർണത്തെ അടിസ്ഥാനമാക്കിയ ഈ തന്ത്രം ചൈനയെ ഡോളറിന് പുതിയ വ്യാപാര വികസന എന്നിവ നടത്താനായി അനുവദിക്കും. ലോകം ഡോളറിനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് എങ്ങനെയെന്ന് നമുക്ക് ഒന്ന് നോക്കാം. മുമ്പ് ലോകത്തിൻ്റെ ഏകദേശം 70% വിദേശ റിസർവ് ഡോളറിലായിരുന്നു. രാജ്യങ്ങൾ അവരുടെ സമ്പത്ത് അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ സൂക്ഷിച്ചിരുന്നു, കാരണം അത് ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ആസ്തിയായിരുന്നു. പക്ഷേ 2022 അമേരിക്ക റഷ്യയുടെ ഏകദേശം $300 ബില്യൺ മൂല്യമുള്ള റിസർവുകൾ ഫ്രീസ് ചെയ്തപ്പോൾ ലോകം ഞെട്ടി. അത് മറ്റു സ്ഥലങ്ങളിലെ രാജ്യങ്ങൾക്കും ഒരു വ്യക്തമായ സന്ദേശം അവ നൽകി. അതായത് നിങ്ങളുടെ റിസർവ് ഡോളറിലാണെങ്കിൽ അത് നിങ്ങളുടെ സ്വത്തല്ല, അത് അവർക്കൊരു ബട്ടൺ അമർത്തി അടിച്ചു മാറ്റിയേക്കാം. ഇതാണ് ലോകരാജ്യങ്ങളെ മാറ്റി ചിന്തിച്ചത്. അന്ന് മുതൽ രാജ്യങ്ങൾ പറയാൻ തുടങ്ങി, നിങ്ങൾ റഷ്യയോട് അങ്ങനെ ചെയ്യുമെങ്കിൽ നാളെ ഞങ്ങളോടും എന്തു ചെയ്യും? അതിനാൽ ഈ ഘട്ടങ്ങളിൽ കേന്ദ്ര ബാങ്കുകൾ അവരുടെ ആസ്തികൾ വിൽക്കുകയും സ്വർണം വാങ്ങാനും തുടങ്ങി. ആദ്യം മന്ദഗതിയിൽ തുടങ്ങി, പിന്നീട് അത് വേഗത്തിൽ മുന്നേറി. ചൈനയുടെ സ്വർണം വാങ്ങാൻ കണക്കുകൾ നോക്കിയപ്പോൾ ട്രംപ് ഭരണകാലത്തെ ടാരിഫ് ഭീഷണികൾ ഉയർത്തിയപ്പോഴും ചൈന പൊതുതലത്തിൽ വൻതോതിൽ സ്വർണം വാങ്ങാൻ തുടങ്ങി. ഇതാണ് ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വേഗതയിൽ സ്വർണം സമാഹരിച്ചത്. ചൈന ഇതെല്ലാം പൊതുവായി കാണിക്കുകയാണ്, മറിച്ച് വെക്കാതെ മറ്റു രാജ്യങ്ങൾക്ക് നോക്കൂ, ഞങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇനി ഡോളറിൻ്റെ ആവശ്യമില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. ലുക് ഗ്രാമിൻ്റെ കണക്കു പ്രകാരം ഉടൻ തന്നെ ചൈനയുടെ സ്വർണ്ണ സംഭരണം ട്രഷറിയിലേക്കാട്ടിലും മറികടക്കും. ഡോളറിന് ആഗോള പങ്ക് കഴിഞ്ഞ ശതാബ്ദികളിൽ ഏറ്റവും കുറഞ്ഞ നിലയിലാണ്. ചൈന ഔദ്യോഗികമായി 2300 ടൺ സ്വർണമാണ് മാത്രമാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥ കണക്ക് പ്രകാരം 3500 മുതൽ 5000 ടൺ വരെയാണ് അവർ വാങ്ങിയിട്ടുള്ളതാണ് ലോകം വിലയിരുത്തുന്നത്. അതായത് ഡോളറിൻ്റെ കൈവശം കുറയുന്നു, സ്വർണത്തിൻ്റെ കൈവശം കൂടുന്നു. അടുത്തൊരു വലിയ മാറ്റം സംഭവിച്ചത് 2025 ജൂലൈയിലാണ്. സ്വർണം ബാസൽ 3 ടയർ ആയി അവർ പരിഗണിക്കപ്പെട്ടു. ഇത് വലിയ കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. മുമ്പ് സ്വർണം ടയർ 3 എന്ന അസറ്റിലാണ് കണക്കാക്കിയിരുന്നത്. അതായത് ഒരു ബാങ്കിന് $1 ബില്യൺ മൂല്യമുള്ള സ്വർണം ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ അവരുടെ ബാലൻസ് ഷീറ്റിൽ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ബാസൽ 3 നിയമങ്ങൾ വന്നതോടെ സ്വർണത്തെ പൂർണ്ണ മൂല്യമായി കണക്കാക്കാൻ ബാങ്കുകൾക്ക് സാധിച്ചു. ഇപ്പോൾ പ്രശ്നം സ്വർണത്തെ ഉപയോഗിച്ച് വായ്പയോ റിപ്പയറോ നടത്താൻ ഇതുവരെ സാധിക്കില്ല. ഹൈ ക്വാളിറ്റി ലിക്വിഡ് അസറ്റ് പട്ടികയിൽ ട്രഷറികൾ പ്രധാനമായി ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷേ സ്വർണം അതിലേക്ക് ചേർത്താൽ രാജ്യങ്ങൾ ഇനി ഡോളറിനെ ആവശ്യമില്ലാതെ തന്നെ വികസനം നടത്താം. ഇത് ബ്രിക്സ് ഉച്ചകോടിയുടെ
ബന്ധപ്പെട്ട കാര്യമാണ്. ചൈന ബ്രിക്സ് രാജ്യങ്ങളെ യുവാനിൽ വ്യാപാരം നടത്താൻ പ്രേരിപ്പിക്കുകയാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ ചോദിച്ചു, ഇത് എന്തിനാണ് ബാക്ക് ചെയ്തിരിക്കുന്നത്? ചൈന പറഞ്ഞു, ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ശക്തമാക്കാനാണ്. കൂടാതെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളെ യുവാൻ സ്വർണമായി മാറ്റാം. അപ്പോൾ അവർ ചോദിച്ചു, സ്വർണം എവിടെ നിങ്ങൾ സൂക്ഷിക്കും? ചൈന പറഞ്ഞു, ചൈനയിൽ തന്നെ ഞങ്ങളത് സൂക്ഷിക്കും. മറ്റ് രാജ്യങ്ങളിൽ അത് വിശ്വസിച്ചില്ല. അതിനാൽ ചൈന ഗോൾഡ് കൊറിയർ എന്നൊരു ശൃംഖല നിർമ്മിച്ചു. ഒരു രാജ്യാന്തര സ്വർണ്ണ വോൾട്ട് ശൃംഖല ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ച് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ സ്വർണ്ണ വ്യാപാരത്തിൻ്റെയും പരസ്യം, സീരിയൽ നമ്പർ ഉൾപ്പെടെ എന്നിവയെല്ലാം ഇതിൽ രേഖപ്പെടുത്തും. ഇതിലൂടെ സ്വർണ്ണ വിശ്വാസവും നിയന്ത്രണവുമായ കാര്യങ്ങൾ ചൈന ഉറപ്പുവരുത്തി. സ്വർണ്ണവിലയുടെ അസ്ഥിരത കുറയ്ക്കാൻ ചൈന 200 ദിവസത്തെ ശരാശരി വില ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് പ്രതിദിന വിലയല്ല, ശരാശരി വിലയെ അടിസ്ഥാനമാക്കിയുള്ള ഇടപാടുകൾ. ഇതിലൂടെ സ്വർണം കൂടുതൽ സ്ഥിരതയുള്ളതാകും.